ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഈ വീഡിയോയിൽ പറയുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഗണിതം വിഷയത്തിൻ്റെ മാതൃകാ ചോദ്യ പേപ്പറാണ് ഓണം എക്സാമിൻ്റെ. സോ നമുക്കിവിടെ 6 ചോദ്യങ്ങളാണ് വരുന്നത്. 6 ചോദ്യങ്ങൾക്കും നിങ്ങൾ നിർബന്ധമായിട്ടും ഉത്തരം എഴുതണം. 3, 5 എന്നിവയിൽ ഓരോന്നിലും 2 ചോദ്യങ്ങൾ വീതമുണ്ട്. അതിൽ ഓരോന്ന് വീതം എഴുതിയാൽ മതി. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം നിങ്ങൾ നിർബന്ധമായിട്ടും ഉത്തരം എഴുതേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഈ ചിത്രം നോക്കൂ. എത്രയാണ് ഇവിടെ നിങ്ങൾക്ക് കോണ് വരച്ചിട്ടുള്ളത്? 144 ആണ് അല്ലേ? ഒരു വൃത്തം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് മുഴുവനായിട്ട് വരുന്നത്. ഓക്കെ, 160 ഡിഗ്രി വരുന്നതിൽ 140 ഡിഗ്രിയാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. വൃത്തത്തിൻ്റെ 2/5 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ പറയാണ്, ഒരു വൃത്തത്തെ ടോട്ടലായിട്ട് മുഴുവനായിട്ട് 5 ഭാഗമാക്കി അതിൽ 2 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? ശ്രദ്ധിച്ചേ, ഒരു വൃത്തത്തെ 5 ഭാഗമാക്കി എന്നാണ്. അതായത് 360 ഡിഗ്രീനെ 5 ആക്കി എന്നല്ലേ? ഒരു വൃത്തം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്, അതിനെ 5 ആക്കി എന്നാണ്. 360നെ 5 ആക്കിയാൽ എത്ര ഭാഗം ഉണ്ടാകും? സോ ഇവിടെ നമുക്കൊന്ന് വരച്ച് കാണിക്കാം. ഇവിടെ ഇതാണ് ഒരു വൃത്തം. ഈ വൃത്തത്തിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 360 ആണ്. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് 360നെ 5 ഭാഗമാക്കി എന്നാണ്. 360 ഹരിക്കണം 5 ചെയ്ത് നോക്കുക. 36ൽ എത്ര 5 ഉണ്ട്? 5 ആണുള്ളത്. 5 35 ആണ്. ബാക്കി 10 വരും. 10ൽ എത്ര 5 ഉണ്ട്? 2 ആണ്. 2 5 10 72 എന്ന് കിട്ടി. 160നെ നമ്മൾ 5 ഭാഗമാക്കിയാൽ ഒരു ആംഗിൾ, ഒരു കോണ് വരുന്നത് 72 ഡിഗ്രിയാണ്. ഓക്കെ, 72 കൂട്ടിയാൽ എത്രയാണ്? 144 ആണ്. 144 ആണ് നമ്മുടെ ചോദ്യത്തിലുള്ള കോണ് വരുന്നത്. സോ ഈ ഒരു വൃത്തം, ഈ വൃത്തത്തെ നമ്മൾ 5 ഭാഗമാക്കുന്നു. ഒരു കോണ് വരുന്നത് 72 ഡിഗ്രിയാണ്. 72 ഡിഗ്രിയുള്ള 5 കോണുകളാണ് നമ്മൾ ആക്കുന്നത്. എന്നിട്ട് അതിൽ 2 ഭാഗം ഷെയ്ഡ് ചെയ്യുന്നു. അപ്പോൾ എത്രയാണ്? 2/5 എന്നല്ലേ? 2 ഭാഗം ഷെയ്ഡ് ചെയ്താൽ എത്രയാണ് വരിക? ടോട്ടൽ 72 കൂട്ടണം 72 144 ആണ് അല്ലേ? അപ്പോൾ എന്തായി? വൃത്തത്തെ 5 ഭാഗമാക്കി അതിൽ 2 ഭാഗം കളർ ചെയ്തു എന്ന് പറഞ്ഞാൽ 144 ഡിഗ്രിയാണ്. അതായത് ആദ്യത്തെ പ്രസ്താവന ശരിയാണ് എന്നാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, ഒരു വൃത്തത്തെ 5 ഭാഗമാക്കി അതിൽ 2 ഭാഗം കളർ ചെയ്തു എന്ന് പറഞ്ഞാൽ 144 ഡിഗ്രിയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന, വൃത്തത്തിന്റെ 1/3 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. വൃത്തത്തിന്റെ 1/3 എന്ന് പറഞ്ഞാൽ 3 ഭാഗമാക്കി എന്നാണ് വൃത്തത്തെ. അതായത് 360നെ 3 ആക്കി. 360നെ 3 ആക്കിയാൽ എത്രയാണ്? 360 ഹരിക്കണം 3. നമ്മൾ ഒരു വൃത്തത്തെ 3 ഭാഗമാക്കുമ്പോൾ ഒരു കോണ് വരുന്നത് 120 ഡിഗ്രിയാണ്. 3ൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി ഷെയ്ഡ് ചെയ്തു എന്നാണ്. സോ ഈ പ്രസ്താവന തെറ്റാണ് അല്ലേ? ഇവിടെ 144 ചോദ്യത്തിൽ നൽകിയിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ പ്രസ്താവന, വൃത്തത്തിന്റെ 2/10 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. 2/10 എന്ന് പറഞ്ഞാൽ ഒരു വൃത്തത്തെ 10 ഭാഗമാക്കി അതിൽ 2 ഭാഗം എന്നാണ്. ഒരു വൃത്തത്തെ 10 ഭാഗമാക്കിയാൽ ഒരു കോൺ എത്ര വരും? വൃത്തത്തെ 10 ആക്കി എന്ന് പറഞ്ഞാൽ 360നെ 10 ആക്കി എന്നാണ്. 360 ഹരിക്കണം 10 എത്രയാണ്? 36 ആണ്. സോ ഇവിടെ പറയുന്നത് 10ൽ 2 എണ്ണം എന്നാണ്. 36 ആക്കിയതിന്റെ 2 എണ്ണം, 36ഉം 36ഉം 36 വരുന്നുണ്ട്. അത് 72 ഡിഗ്രിയാണ്. 36 കൂട്ടണം 36 72 ആണ്. അതല്ലല്ലോ ചോദ്യത്തിലുള്ളത്, 144 ആണ്. സോ മൂന്നാമത്തെ പ്രസ്താവനയും തെറ്റാണ്. ഇനി 4, വൃത്തത്തിന്റെ 4/10 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഒരു വൃത്തത്തെ 10 ഭാഗമാക്കി എന്ന് പറഞ്ഞാൽ 360നെ 10 ആക്കി. 360 ഹരിക്കണം 10 36 ആണ്. 36 ഷെയ്ഡ് ചെയ്തു എന്നാണ്. 4 എണ്ണം ഷെയ്ഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. 36 ഷെയ്ഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ 4 ഗുണിക്കണം 36 എത്രയാണ്? 144 ആണ്. 144 അല്ലേ ഇവിടെ ചോദ്യ പേപ്പറിൽ നൽകിയിട്ടുള്ളത്. സോ ഈ ഒരു പ്രസ്താവന ശരിയാണ്. അതായത് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന 1ഉം 4ഉം ശരിയാണ് എന്നാണ്. അത് ഏത് ഓപ്ഷനാണ് 1ഉം 4ഉം ശരി? ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അടുത്തത് ബി ചോദ്യം, ചുവടെയുള്ള രൂപം തന്നിരിക്കുന്ന അളവിൽ വരയ്ക്കുക. താഴെ നിങ്ങൾക്കൊരു രൂപം നൽകിയിട്ടുണ്ട്. എത്രയാണ്?
ഒരു വര 6 സെൻറ്റിമീറ്റർ ആണ് താഴത്തെ നീളം വരുന്നത്. ഒരു സൈഡ് ഒരു കോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. അവിടെ 4.5 സെൻറ്റിമീറ്റർ ആണ് ആ കോണ് വരുന്ന വരയുടെ നീളം. പിന്നെ ഇടത് ഭാഗത്തെ കോൺ എത്രയാണ്? റൈറ്റ് ആംഗിൾ ആണ്. അതിങ്ങനെ തന്നാൽ എന്താണ്? അവിടെ നിങ്ങൾക്ക് ചെറിയൊരു ചതുരം കാണാം. അതായത് അത് 90 ഡിഗ്രി ആംഗിൾ ആണ്, 90 ഡിഗ്രി കോണാണ് എന്നാണ് അർത്ഥം. ഇവിടെ നിങ്ങൾ 90 ഡിഗ്രി വരയ്ക്കണം. വര 4 സെൻറ്റിമീറ്റർ ആണ്. എന്നിട്ട് മുകളിൽ ഈ 2 വരയും കൂടി കൂട്ടിച്ചേർത്താൽ മതി. നമുക്കൊന്ന് വരച്ച് നോക്കാം. ആദ്യം നിങ്ങൾ ഒരു വര വരയ്ക്കുക. വരയുടെ നീളം 6 സെൻറ്റിമീറ്റർ ആണ്. എന്നിട്ട് ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് നിങ്ങൾ 60 ഡിഗ്രി വരയ്ക്കുക. ഓക്കെ, 60 ഡിഗ്രി പ്രൊട്രാക്ടറിലെ അളവെടുത്തിട്ട് കോണ് വരയ്ക്കുക. ആ വരയ്ക്കുന്ന വരയുടെ നീളം 4.5 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഓക്കെ, ഇത് വരയുടെ നീളം 4.5 ആണ്. എന്നിട്ട് മറ്റേ സൈഡിൽ 90 ഡിഗ്രി ആംഗിളാണ്, കോണാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. 90 ഡിഗ്രി കോണ് വരയ്ക്കുമ്പോൾ 4 സെൻറ്റിമീറ്റർ നീളമുള്ള വരയാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, എന്നിട്ട് 4 സെൻറ്റിമീറ്റർ വരച്ചിട്ട് ഈ വരയും മറ്റേ വരയും കൂടി നിങ്ങൾ യോജിപ്പിച്ചാൽ മതി. ഓക്കെ, സോ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇങ്ങനെയാണ് നിങ്ങൾ വരച്ചെടുക്കേണ്ടത്. ഒരു കോണ് 90 ഡിഗ്രി, ഒരു കോണ് 60 ഡിഗ്രിയാണ്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 48 ഘന സെൻറ്റിമീറ്റർ വ്യാപ്തമുള്ള ചതുരക്കട്ടയുടെ വശങ്ങളുടെ അളവുകൾ എന്താണ്? ഇവിടെ ചോദ്യത്തിൽ ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം 48 സെൻറ്റിമീറ്റർ ഘന സെൻറ്റിമീറ്റർ ആണെന്ന് നൽകിയിട്ടുണ്ട്. ഓക്കെ, ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം 48 ആണ് എങ്കിൽ അവരുടെ വശങ്ങൾ ഏതൊക്കെയെന്നാണ്. വ്യാപ്തം കാണാൻ എങ്ങനെയാണ് നമ്മൾ വ്യാപ്തം കാണുക? നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരമാണ് വ്യാപ്തം കാണാനുള്ളത്. സോ നമുക്ക് നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം ചെയ്താൽ 48 ആണെന്ന് ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. താഴെ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ നീളത്തിൻ്റെയും വീതിയുടെയും ഉയരത്തിൻ്റെയും അളവുകൾ നൽകിയിട്ടുണ്ട്. ഇതിലേത് ഓപ്ഷൻസ് തമ്മിൽ ഗുണിക്കുമ്പോഴാണ് നമുക്ക് 48 കിട്ടുന്നത് എന്ന് നോക്കുക. 4 ഗുണിക്കണം 3 എത്രയാണ്? 12 ആണ്. 12 ഗുണിക്കണം 3 36 ആണ്. 48 കിട്ടുന്നില്ല. സോ ഇതല്ല. അടുത്തത് ബി ഓപ്ഷൻ ആണ്. 6 ഗുണിക്കണം 4 24 ആണ്. 24 ഗുണിക്കണം 2 48 ആണ്. നമുക്ക് 48 കിട്ടിയില്ലേ? വീതി ഗുണിക്കണം നീളം ഗുണിക്കണം ഉയരം 48 കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് അളവ്, ചതുരക്കട്ടയുടെ അളവ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. നമുക്ക് മറ്റു ഓപ്ഷൻസ് കൂടി ഒന്ന് പരിശോധിക്കാം. സി നോക്കിക്കേ. 6 ഗുണിക്കണം 4 ഗുണിക്കണം 3 എത്രയാണ്? 24 ഗുണിക്കണം 3. 6 4 24 ആണ്. 24 ഗുണിക്കണം 3 22 ആണ്. സോ സിയും തെറ്റാണ്. ഡി 4 ഗുണിക്കണം 4 16. 16 ഗുണിക്കണം 4 24 ആണ്. ഇതും തെറ്റാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി മാത്രമാണ്. ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് എങ്ങനെയാണ് വ്യാപ്തം കാണുക എന്നാണ്. ചതുരത്തിന്റെ വ്യാപ്തം കാണാൻ നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം ചെയ്താൽ മതി. അടുത്തത് ബി ചോദ്യം. ചതുരപ്പെട്ടിയുടെ ആകൃതിയിലുള്ള ഒരു അക്വേറിയത്തിന്റെ അകത്തെ നീളം 50 സെൻറ്റിമീറ്റർ, വീതി 40 സെൻറ്റിമീറ്റർ, ഉയരം 25 സെൻറ്റിമീറ്റർ ആണ്. അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? സോ ഇവിടെ ഒരു ചതുരക്കട്ട അക്വേറിയം ആണ്, ചതുരത്തിന്റെ ഷേപ്പാണുള്ളത്. അതിന്റെ വീതി നീളം ഉയരം നൽകിയിട്ടുണ്ട്. എത്ര ലിറ്റർ വെള്ളമാണ് അതിൽ കൊള്ളുക എന്നാണ്. സോ ഇത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു അക്വേറിയത്തിന്റെ, അതായത് ചതുരത്തിന്റെ ആകൃതിയാണല്ലോ, ഈ ഒരു ചതുരത്തിന്റെ അക്വേറിയത്തിന്റെ വ്യാപ്തം കാണാം. എന്നിട്ട് വ്യാപ്തം കണ്ടിട്ട് അതിനെ നിങ്ങൾ ലിറ്ററിലേക്ക് മാറ്റിയാൽ മതി. വ്യാപ്തം കാണാൻ നിങ്ങൾക്കറിയാലോ എങ്ങനെയാണ്? വീതി ഗുണിക്കണം നീളം ഗുണിക്കണം ഉയരം ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം സെൻറ്റിമീറ്ററിലാണ്. അതിനെ ലിറ്ററിലേക്ക് മാറ്റണം. ലിറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 1000 കൊണ്ട് ഹരിച്ചാൽ മതി. നമുക്കൊന്ന് ചെയ്യാം. 50 ഗുണിക്കണം 40 ഗുണിക്കണം 25 ആണ് ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. നീളം വീതിയും ഉയരവും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഗുണിക്കാം? 0 ഇല്ലാതെ ഗുണിക്കാം. 5 ഗുണിക്കണം 4 ചെയ്യുക 20 ആണ്. 20 ഗുണിക്കണം 25 ചെയ്യുക. ഓക്കെ, 0 ഇല്ലാതെ നമുക്ക് 0 അവിടെ മാറ്റി നിർത്താം. എന്നിട്ട് 20 ഗുണിക്കണം 25 ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? നമുക്ക് 500 എന്നാണ് കിട്ടുന്നത് അല്ലേ? ഇനി ഈ 500ഉം നേരത്തെ നമ്മൾ ചോദ്യത്തിൽ മാറ്റി വെച്ചിട്ടുള്ള 2 പൂജ്യങ്ങളും എത്രയായി? 2 പൂജ്യം കൂടി ഇടുമ്പോൾ 500നോട് 2 പൂജ്യം ഇട്ട് കൊടുത്താൽ 50,000 എന്നായി അല്ലേ? 50,000 50,000 എന്ന് കിട്ടി. 50,000 ആണ് ഇതിൻ്റെ വ്യാപ്തം വരുന്നത്. 50,000
സെന്റിമീറ്റർ, ക്യൂബിക് സെന്റിമീറ്റർ ആണ് ഇതിന്റെ വ്യാപ്തം എന്ന് വരുന്നത്. ഇതിനെ ലിറ്ററിലേക്ക് മാറ്റണം. ലിറ്ററിലേക്ക് മാറ്റാൻ നിങ്ങൾ 1000 കൊണ്ട് ഹരിച്ചാൽ മതി. 50,000 ഹരിക്കണം 1000. എളുപ്പത്തിൽ എങ്ങനെ ഹരിക്കാം? എത്ര പൂജ്യമാണ്? താഴെയും മോളും 3 പൂജ്യമുണ്ട്. 3 പൂജ്യം വെട്ടിക്കളയാ. 50 ഹരിക്കണം 1 50 ആണ്. സോ 50 ലിറ്റർ വെള്ളമാണ് ഈ ഒരു അക്വേറിയത്തിൽ കൊള്ളുന്നത്. എത്ര വെള്ളം കൊള്ളും എന്നാണ്? 50 ലിറ്റർ എന്നാണ് ഉത്തരം. ഓക്കെ, സോ ഇവിടെ വ്യാപ്തം തന്നിട്ട് വ്യാപ്തം കണ്ടെത്തിയിട്ട് നമ്മൾ ലിറ്ററിലേക്ക് മാറ്റാണ്. ലിറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഹരിച്ചാൽ മതി. അത് പഠിച്ചു വെക്കുക. അടുത്തത് സി ചോദ്യം. അക്വേറിയത്തിൽ 20 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളം നിറയ്ക്കാൻ എത്ര ലിറ്റർ വെള്ളം വേണം? ഉയരം എത്രയാണ്? 20 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നേരത്തെ തൊട്ട് മുകളിൽ തന്നിട്ടുള്ള ഉയരം മാത്രം നിങ്ങൾ മാറ്റി കൊടുക്കുക, 20 എന്നാക്കുക. അതായത് വീതി 50 എടുക്കുക, പിന്നെ നീളവും വീതിയും ചോദ്യത്തിൽ നൽകിയിട്ടുള്ള ഇത് എടുക്കുക. നീളം 50 എടുക്കുക, വീതി 40 എടുക്കുക, ഉയരം 20 എന്ന് മാറ്റുക. എന്നിട്ട് വ്യാപ്തം കാണുക. വ്യാപ്തം കാണാൻ നീളം ഗുണിക്കണം, വീതി ഗുണിക്കണം, ഉയരം ചെയ്യുക. 50 ഗുണിക്കണം 40 ഗുണിക്കണം 20 ചെയ്യുക. 5 4 20 ആണ്. 20 ഗുണിക്കണം 20 ചെയ്യുക, 400 കിട്ടും. എന്നിട്ട് ചോദ്യത്തിലെ 2 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുക. 40,000 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് കിട്ടും. അതിനെ നമുക്ക് ലിറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 40,000 ഹരിക്കണം 1000 ചെയ്താൽ മതി. 3 പൂജ്യങ്ങൾ വെട്ടിക്കളയുക. അപ്പോൾ നമുക്ക് 40 ഹരിക്കണം 1 എന്ന് കിട്ടും. 40 തന്നെയാണ് ഉത്തരം വരിക. 40 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. സോ എത്ര ലിറ്റർ വെള്ളം വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ലിറ്റർ ആണ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. 40 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ ബാക്കി നമ്മൾ ചോദ്യങ്ങൾ പാർട്ട് 2 വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് ഇതുവരെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോ ഹൈപ്പും ചെയ്യുക. പാർട്ട് 2 വേണമെങ്കിൽ പാർട്ട് 2 എന്ന് കമൻ്റ് ആയിട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക.